മുട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ച് ജനകീയ പ്രക്ഷോഭ സമിതി. എക്സൈസ് ബ്ലേഡ് മാഫിയ ഗുണ്ടാ വിളയാട്ടം തടയുക എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ധർണാ സമരം പി സുലൈമാൻ റാവുത്തർ XMLA ഉദ്ഘാടനം ചെയ്തു. പിന്നോക്ക വിഭാഗക്കാരനായ സിറിൽ ജോൺസൺ എന്നയാളെ കള്ളക്കേസിൽ കുടുക്കി വീട് കയറി മർദ്ദിച്ച് ജയിലിൽ അടിച്ചവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡനം തടയൽ നിയമം അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടിയെടുക്കുക, സംഭവത്തിൽ കുറ്റക്കാരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുക, സിറിൽ ജോൺസണെതിരെ എക്സൈസ് ഇൻസ്പെക്ടർ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസ് റദ്ദ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ മുട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണ പി സുലൈമാൻ റാവുത്തർ XMLA ഉദ്ഘാടനം ചെയ്തു. ജീവിതം ഇനിയും ഒരുപാട് ബാക്കി കിടക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരന് അത് നിഷ്ഠൂരമായി തല്ലിച്ചമറ്റിട്ട് ചോദിക്കാനും പറയാനും കഴിയുന്നില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുന്നതുവരെ ആ സിബിയുടെയും അഭിലാഷിന്റെയും മുഹമ്മദിന്റെയും കൈകളിൽ വിലങ്ങു വീഴുന്നതുവരെ ഈ പ്രക്ഷോഭം മുൻപോട്ട് പോകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേറെ നിഷ്ഠൂരമായ ഒരു പ്രവർത്തനമാണ് ഈ വിഭാഗം നടത്തിയത്. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ബിജു, ആദിവാസി ക്ഷേമസമിതി പ്രസിഡന്റ് MI രവീന്ദ്രൻ, CPIM ലോക്കൽ സെക്രട്ടറി TK മോഹനൻ, ഉള്ളാട മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് PA മോഹൻ തുടങ്ങി വിവിധ സംഘടനാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രസംഗിച്ചു. ഒരു പ്രദേശത്തെ മുഴുവൻ പാർട്ടികളും ദളിത് സംഘടനകളും പഞ്ചായത്ത് ഭരണസമിതിയും ഒറ്റക്കെട്ടായി നടത്തുന്ന പ്രക്ഷോഭത്തിൽ പോലും നടപടി ഉണ്ടാകാൻ വൈകുന്നത് ഏറെ പ്രതിഷേധാർഹമാണെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കും വരെ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു. ജനകീയ പ്രക്ഷോഭ സമിതി ചെയർമാൻ ജെയിംസ് കോലാനി, ജനറൽ കൺവീനർ KM സാബു എന്നിവർ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുട്ടം. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണമയി, ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.